ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യമേ കാണിക്കുന്നത് വരുണ്ട് പ്രിയങ്കയുടെ കൈ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയെന്ന് നോക്കുമ്പോൾ പ്രിയങ്ക ഒന്നും ഞെട്ടുന്നുണ്ട്. അങ്ങനെ ആകാംക്ഷയോട് പ്രിയങ്ക ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബിജുകുട്ടൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ പ്രിയങ്ക ഒരു തെല്ലൊരു പുഞ്ചിരിയോടുകൂടി നാണത്തോട് കൂടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബിജുകുട്ടൻ വന്നിട്ട് വരുണോട് ചോദിക്കുന്നുണ്ട് എന്താടാന്ന് നോക്കുമ്പോൾ അല്ലടാ അത് പ്രിയങ്ക തന്നെയല്ലേ എന്ന് നോക്കുമ്പോൾ അതേ പ്രിയങ്ക തന്നെ എന്തേന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രിയങ്കയുടെ കയ്യിൽ സ്പർശം അറിയാടാ, അത് എന്തൊരു മാറ്റം പോലെ എന്ന് ചോദിക്കുമ്പോൾ ബിജുക്കുട്ടനൊരു അന്താളിപ്പ് മാറ്റം പോലെ നിനക്ക് എന്താ അതല്ല അതെനിക്കറിയാം എന്നുള്ള കയ്യിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അറിയാം അതെന്ന് ഇങ്ങനെ പറയുമ്പം ബിജുക്കുട്ടൻ പറയും വെറുതെ അല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് നിനക്കിപ്പോൾ അവളെ മനസ്സിലാവാതെ ആയോ എന്നിങ്ങനെ വരുണിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ബിജു. അപ്പോൾ ബിജുക്കുട്ടൻ പറയാം എന്താ ഇങ്ങനെയെന്ന് പറയുമ്പോൾ അതല്ലടാ എനിക്കറിയാം എന്തോ ഒരു ഇതുപോലെ വ്യത്യാസം പോലെ തോന്നിയെന്ന് അറിയാം. അപ്പോൾ ബിജുക്കുട്ടൻ പോയി ഇതുവരെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു പടിഞ്ഞ് മണേറിലാക്കിയാൽ എനിക്ക് സമാധാനം ആവുള്ളൂ എന്നിങ്ങനെ ബിജു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബിജുക്കുട്ടൻ പറയുന്നുണ്ട് ഈ കയ്യിലെ സ്പർശമൊക്കെ ഹൃദയത്തിൽ അറിയുന്നുണ്ടെന്ന് പറഞ്ഞത് ചുമ്മാവായി എഴുത്തുകാരൊക്കെ വെറുതെ എഴുതുന്നതാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ് കാണിക്കുന്നത് യശോദയും മുത്തശ്ശിയും കൂടി രാധികയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാതെ വിഷമിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട് പോയോളൂ ഇതുവരെ കാണുന്നില്ലല്ലോ, അവളവിടെ എന്തെങ്കിലും കുഴപ്പം മുപ്പിച്ച് കാണുമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട് അമ്മ ഒന്നും മിണ്ടാണ്ട് ഇന്ന് ഈ നടന്ന കാര്യങ്ങളിലൊന്നും അവൾക്കൊരു യാതൊരു പങ്കുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി എന്നിങ്ങനെ മൂളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് യശോദ പറയുന്നുണ്ട് ഈ പ്രിയങ്ക അനുഭവിക്കാൻ പോകുന്നതൊക്കെ അവളിൽ നിന്ന് തട്ടിപ്പറിച്ചതാ, രാധികയിൽ നിന്ന് തട്ടിപ്പറിച്ചതാ അതിങ്ങനെ പറയുന്നുണ്ട്. കണ്ണീരിൽ കുന്ന അവളുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു കരുണ കാണിക്കാൻ അമ്മയെന്ന് ഇങ്ങനെ യശോദ കെഞ്ചി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒരു കുലുക്കമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിനക്ക് പെറ്റതിനോടല്ല പോറ്റിയതിനോടാണല്ലോ സ്നേഹവും കൂറൊക്കെ കൂടുതലെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് രാധിക ഓടി വരുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശി എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ അത് കൊടുത്തോ എന്ന് നോക്കിയിട്ട് ആരെങ്കിലും നിന്നെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ രാധികയോട് ചോദിക്കുമ്പോൾ രാധിക ആർക്കും സംശയമൊന്നുമില്ല, ഞാൻ പൂജയുടെ കാര്യം പറഞ്ഞപ്പോൾ ആർക്കും സംശയമൊന്നുമില്ല, ഞാനത് കൊടുത്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി അപ്പോൾ അമ്മ യശോദ കുറേ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി ചോദിക്കും അതിൽ അവൻ നിന്നെ കാണുകയോ മറ്റോ എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വരുണിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ രാധിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വരുൺ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വരുణ കണ്ട കാര്യങ്ങൾ രാധിക ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് വരുണെ കണ്ടില്ല എന്നിങ്ങനെ രാധിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി താക്കീതായിട്ട് പറയുന്നുണ്ട് അഥവാ നിന്നെയാണ് വരും കല്യാണം കഴിച്ചതെന്ന് ആരെങ്കിലും നമ്മൾ 3 പേരിൽ അതേ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ ഞാൻ അപ്പം ചാവുമെന്ന് ഇങ്ങനെ മുത്തശ്ശി ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാധികയെ. എന്നിട്ട് പറയുന്നുണ്ട് അതിന് മുമ്പ് പക്ഷേ നിന്നെ കൊന്നിട്ടേ ഞാൻ ചാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാധികയെ കേട്ടോ. അത് കഴിഞ്ഞ് രാധിക ഇങ്ങനെ യശോദയെ തല്ലി വിഷമത്തോട് നിൽക്കുമ്പോൾ യശോദയ്ക്ക് മനസ്സ് പൊട്ടുന്ന വേദനയും കണ്ടിട്ട് എന്നിട്ട് രാധികയുടെ കവളിൽ കൈ വെച്ചിട്ട് പറയുന്നുണ്ട് പോട്ടെ മോളെ, സഹിക്കാൻ പറയാനില്ല അമ്മയ്ക്ക് പറ്റുമോ എന്ന് പറയും. പിന്നെ മോള് ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണെന്ന് മുത്തശ്ശിക്ക് അറിയാൻ മോളോട് നല്ല വാക്ക് പറയാനുള്ള മടി കാരണമാണെന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ രാധിക ഇങ്ങനെ കരഞ്ഞ വിഷമത്തിൽ നിന്നിട്ട് രാധിക പണ്ട് ഇനി പോട്ടെ കുഴപ്പമില്ല അമ്മ, സാരില്ല അമ്മ, പ്രിയങ്കയ്ക്ക് ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ യശോദയുടെ തോളിൽ ചാരി കിടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഐശ്വര്യയാണ്. യശോദയെ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം യശോദയ്ക്ക് മനസ്സിലായോ, ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അശ്വതി പറയും എനിക്കറിയില്ല എന്ന് പറയും. ശ്യാമയുടെ മകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐശ്വര്യ ചോദിക്കും രാവും പകലും ഞാൻ അവൾക്ക് ശ്യാമയുടെ മകളെ കണ്ടെത്തി കൊടുക്കാനായിട്ട് അലയുകയാണ്, ശ്രീകൃഷ്ണപുരത്ത് ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല എന്ന് അശ്വതി പറയുന്നുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണപുരത്ത് ശ്യാമയുടെ കുട്ടി ഉണ്ടെങ്കിൽ അത് എന്നേ ശ്യാമ അപ്പോൾ ആ കുട്ടീനെ കൊണ്ടുവരുമായിരുന്നില്ലേ എന്നിങ്ങനെ അശ്വതി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അശ്വതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ശ്യാമയോട് മനസാക്ഷി സൂക്ഷിപ്പുകാരി നീയാണ്, എന്നോട് എന്തെങ്കിലും ഒളിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്കറിയാലോ എൻ്റെ സ്വഭാവം ശരിക്കുമെന്നിങ്ങനെ അശ്വതിയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് രഹസ്യങ്ങളുടെ പൂട്ടൊക്കെ പൊളിക്കാൻ എനിക്കറിയാം, ഒന്നും കൂടി ഭദ്രമാക്കാൻ നോക്കിയാൽ ഞാനത് പൊളിച്ച് കടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വതി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഐശ്വര്യയുടെ അസിസ്റ്റൻ്റ് ഇങ്ങനെ ശ്യാമയുടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടി വരുന്നുണ്ട്. അങ്ങനെ മാലിനി വന്നിട്ട് ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ശ്രീകൃഷ്ണപുരത്ത് ശ്യാമയുടെ പോലെയുള്ള ഒരു പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട്, അത് ശ്യാമയുടെ മകളാണെന്ന് തോന്നുന്നു. അപ്പോൾ മാലിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമൻ അവനോടാണ് അന്ന് ആ ദൗത്യം ഏറ്റെടുക്കാൻ പറഞ്ഞിരുന്നത്, അവൻ ആ കൊന്നിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി ജീവനോടെ ഇരിക്കുന്നുണ്ട്, ഇത് ശ്യാമ ഒന്നില്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ശ്യാമയ്ക്ക് അറിയാം അവളുടെ മകൾ ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ളത്, നമ്മളോട് പറയാണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമനെ കണ്ടെത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട്. കാണിക്കുമ്പോൾ നമ്മുടെ രാധിക യശോദയോട് ജി കേരളത്തിൽ പുതിയതായി
തുടങ്ങാൻ പോകുന്ന അകലെ എന്ന് പറയുന്ന ഒരു സീരിയലിൽ ചെറിയൊരു പരസ്യമാണ്. അതിനുശേഷം പിന്നെ രാത്രി കൃഷ്ണത്തിൻ്റെ വിഗ്രഹത്തെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ഭഗവാനെ, എൻ്റെ ശരിക്കുള്ള അമ്മ, എൻ്റെ ഇവിടുത്തെ അച്ഛനമ്മയെ എനിക്ക് ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല. പക്ഷേ ഈ പാഴ് ജന്മമാണെന്ന ഈ ഒരു വാക്ക് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എവിടെയായിരിക്കും എൻ്റെ ശരിക്കുള്ള അമ്മയും അച്ഛനും? അവരെ നീ ഒരു വട്ടമെങ്കിലും എനിക്കൊന്ന് കാണിച്ചതാ. അവർ എപ്പോഴെങ്കിലും എന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? ആ അമ്മയുടെ മനസ്സ് എവിടെയുമൊക്കെ അലിയുകയായിരിക്കില്ല എന്നെ ഓർത്ത്. ഒരു വട്ടമെങ്കിലും എനിക്ക് അവരൊന്ന് കാണിച്ചതാ. എന്നിട്ട് അവരുടെ മടിയിലിരുന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് എനിക്കൊന്ന് പൊട്ടിക്കരയണം. അത്രയേ ഉള്ളൂ. അതെങ്കിലും നിന്ന് ചെയ്തു തന്നാൽ പിന്നെ എൻ്റെ ജീവനെടുത്താലും എനിക്ക് യാതൊരു പരാതിയുമില്ല. എവിടെയായാലും എൻ്റെ സ്വന്തം അമ്മയ്ക്ക് നീ സമാധാനം കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രാധാകൃഷ്ണത്തിൻ്റെ വിഗ്രഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അതേസമയം ശ്യാമയാണ് കാണിക്കുന്നത്. ശ്യാമ പൂജാമുറിയിൽ നിന്നിങ്ങനെ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മോളെ എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ, എവിടെയായിരിക്കും എൻ്റെ മോള്? ഒരു ജന്മം കടം എനിക്ക് തീർക്കാനുണ്ട്, അവളെ സ്നേഹിച്ച് അതെനിക്ക് തീർത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അതേസമയമാണ് അശ്വതി വരുന്നത്. അശ്വതി ഇത് കണ്ട് അങ്ങനെ ഞെട്ടിയ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എൻ്റെ മകളെ നീ എൻ്റെ മുമ്പിൽ എത്തിച്ച് അതിൻ്റെ വഴികളിൽ കൃഷ്ണൻ എനിക്ക് കൊതിയായിട്ട് വയ്യ കാണാൻ എന്ന് പറയുന്നുണ്ട്. ശ്യാമ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അശ്വതി ഇങ്ങനെ ആരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് നിൽക്കുന്നത്? ശ്യാമ, ഐശ്വര്യക്ക് നല്ല സംശയമുണ്ട്. കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചു, നീ മോളെ കണ്ടെത്തിയോ? മോളെ എവിടെയാണെന്ന് നിനക്കറിയോ? അങ്ങനെ ഒരു മോളുണ്ടെന്ന് നിനക്കറിയോ എന്നൊക്കെയാണ് ചോദിച്ചത്. ആ ഇല്ല എന്നാണ് പറഞ്ഞത്. ശ്യാമ, ഇനിയും നിൻ്റെ മോളെ കണ്ടെത്താനുള്ള ദൂരം കൂട്ടണം. നമുക്ക് അശ്വതി ഒറ്റൊരു വാക്ക് പറഞ്ഞ് നമുക്ക് ഇതായി ശേഷം നമുക്ക് അവളെ കണ്ടുപിടിക്കാം. പക്ഷേ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? അശ്വതി പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അശ്വതി, പറയാൻ എളുപ്പമാണ്, ചേച്ചി പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഭയമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താ പറയുക, അതൊരിക്കലും അസാധ്യമല്ലാത്തൊരു കാര്യമാണ്. എന്തായാലും അവസാന ശ്വാസത്തിന് മുമ്പെങ്കിലും ഒരു കാര്യം എനിക്കുണ്ട്, എൻ്റെ മോളെ ഒരു നോക്കിയെങ്കിലും എനിക്കൊന്ന് കാണണം. കുറേ നാൾ കാണണമെന്നുണ്ടെങ്കിലും അതിന് സഹിച്ചില്ലെങ്കിലും എനിക്കൊരു നോക്കിയെങ്കിലും എൻ്റെ മോളെ ഒന്ന് കാണണം എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് മേലേക്ക് നോക്കുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുന്ന ഒരു ഭാഗം ഇങ്ങനെ മങ്ങി കാണുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണൊക്കെ തെളിഞ്ഞിട്ട് വേഗം കയ്യിൽ വാച്ചിലേക്ക് നോക്കുമ്പോൾ അവനക്ക് സന്തോഷമാകുന്നുണ്ട്. അവൻ്റെ കണ്ണ് തെളിഞ്ഞു നിന്നു. ഭഗവാനെ എന്നിട്ട് അവൻ ചാടി നിൽക്കുന്നുണ്ട്. ബിജു എന്നിങ്ങനെ ഉറക്കം വിളിക്കുന്നുണ്ട്. ബിജു ഓടി വന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, കണ്ണിനിപ്പോൾ ക്ലിയറായിട്ട് കാണാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബിജുവിന് സന്തോഷമായി. ബിജു പറഞ്ഞു, ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു, ഇനി അഥവാ ഒന്നും കണ്ണിന് തെളിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഡോക്ടറെ വിളിച്ചിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് പോകാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ബിജുവും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബിജു പറയുന്നുണ്ട്, കണ്ണ് തെളിഞ്ഞത് നന്നായി, നല്ല സമയത്ത് തന്നെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. വരുന്നോട് പറഞ്ഞു, കണ്ണാടിയിൽ നോക്കിയിട്ട് കുളിച്ച് റെഡിയായി ഒരുങ്ങിക്കുകയെന്ന് പറയുമ്പോൾ എങ്ങോട്ട് ഇന്ന് കാശിക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു, നിങ്ങളുടെ ആദ്യ രാത്രി അല്ലേ, എല്ലാവരും കൂടി കുളിച്ച് കാശിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വരുണും ബിജുവും കൂടി സംസാരിച്ചിട്ട് വരുന്നോട് പറഞ്ഞു, വേഗം റെഡി ആവാമെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ കല്യാണം നിൻ്റെ പ്രസ്പ അടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ബിജുവിനെ കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും വരുമ്പോൾ എന്നാൽ നമുക്ക് പോയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ബിജു ചോദിക്കുന്നുണ്ട്, മണവാളിന് ഒരു നാണമുള്ള പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ അത് പിന്നെ ഉണ്ടാവില്ലേടാ, വളരെ കുറച്ച് ദിവസം പരിചയപ്പെടുകയും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചമ്പലൊക്കെ ഉണ്ടാവില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വരും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ ബിജി പറയുന്നുണ്ട്, ആ മണിയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നിട്ട് വേറെ ഏതൊരു റൂമിലാണ് വരുണിനെ ഇരുത്തുന്നത്. അവിടെ തലയിൽ മൂടിയിട്ട് സാരി പോലെ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മുഖം കാണുന്നില്ല, തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരണം വിചാരിക്കുന്നുണ്ട്. അതാണ് തൻ്റെ പെണ്ണ് പ്രിയങ്ക എന്ന് വിചാരിച്ചുകൊണ്ട് വരണം പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നും നാളെ മറ്റന്നാൾ രാത്രികൾ പോലും തീരാത്ത കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ താൻ കേൾക്കണം. തരത്തില്ല നാളെ എൻ്റെ കൂടെ മര്യാദയ്ക്ക് സംസാരിക്കാനുള്ളതൊന്നുമില്ല. അതെന്താ ഇത്ര നേരമായിട്ടും താനെന്താ ഒന്നും മിണ്ടാതെ? ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, താൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. എന്തായത് അങ്ങനെ? ഇത്ര നാളായിട്ടും തൻ്റെ നാണം മാറിയില്ലേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് നാണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കുറേ നേരം വരണം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും പ്രിയങ്ക ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്നുണ്ട്. കാരണം അത് പ്രിയങ്കയല്ല, സാരിയിൽ ഇങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ മുഖം മൂടിയിട്ടുള്ള ആരോ ആണ്. അപ്പോൾ ഇത്രയുള്ള എന്ത് സ്നേഹപൂർവ്വം ശ്യാമാൻ സീരിയലിൽ പുതിയൊരു റിവ്യൂ അവസാനിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.